ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൃഷ്ണ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അമ്മമ്മൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ, അവിടെ വേലയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാൻ ഞാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വേലയ്ക്ക് പോകാൻ സാധ്യതയില്ല, കാരണം നല്ല വെയിലായതുകൊണ്ട് വേലയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അമ്മമ്മൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, വേലയ്ക്ക് പോകുന്നില്ല. അപ്പോൾ ഞാൻ റെഡിയായി സെറ്റായി നിൽക്കുകയാണ്. അപ്പം ഹെയറൊന്നും സെറ്റാക്കിയിട്ടില്ല, ഹെയറൊക്കെ പോയി സെറ്റാക്കണം. അപ്പോൾ ഞാൻ വേഗം പോയി ഹെയറൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് എൻ്റെ ലുക്ക്. അപ്പം ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല, ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോറിക്ഷ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഓട്ടോറിക്ഷയിലാണ് നമ്മൾ ഇവിടുന്ന് അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പം എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാട്ടോ, ജസ്റ്റ് ഒരു ഷർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, പിന്നെ ഒരു ബാഗി ജീൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് എങ്ങനെയൊന്നും നേരെ അറിയില്ല. അത് ഞാൻ വേല വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ പാൻറ്റ് തന്നെയാണ് ഇതിലും പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് കാണാം. അപ്പോൾ ഞാനിത് ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓട്ടോറിക്ഷയിൽ പോണ വീഡിയോ ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ജാട കാണിക്കുകയാണ്. ഇങ്ങനെ കാര്യത്തിൽ ഹെയറൊക്കെ പറക്കുന്നുണ്ട്. ഇത് വെച്ച് ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു ഗൈസ്. നമ്മുടെ ട്രെയിൻ പാസ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് നേരം അവിടെ പോസ്റ്റായി നിന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടായി, അല്ല ട്രെയിൻ പോയി. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേലേൻ്റെ പന്തൽ കെട്ടിയിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഗായ്സ്, അമ്മമ്മൻ്റെ വീട്ടിലെത്തി. ഇതാണ് എൻ്റെ കസിനാണ്, ചെറുതാണ്. ഞങ്ങൾ പഴയൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ വെള്ളം കുടി ചലഞ്ചിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിക്കാൻ എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ, ചോറും ചിക്കൻ കറിയും പപ്പടവും പിന്നെ ഒരു ചെറിയ ഉപ്പേരി ഉണ്ടായിരുന്നു. അതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ബിരിയാണി വെച്ചു ഗൈസ്, അതൊന്നും ഞാൻ ആഡ് ചെയ്തില്ല. വേലയുടെ സ്പെഷ്യൽ ആയതുകൊണ്ട് വൈകുന്നേരം ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല ചൂടുള്ളത് കൊണ്ട് ഞാൻ വിയർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ അവിടെ വേലയ്ക്ക് ചെറുതായിട്ട് ഞങ്ങളുടെ അവിടുത്തെ കിഴക്കുമുറി ദേശം എന്നാണ് പറയുക. അപ്പോൾ ആ ദേശത്തിൽ നിന്ന് എനിക്ക് ക്ലിയറായിട്ട് അറിയില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ ഒരു ചെറിയ കാള വരുന്നു കണ്ടു. അപ്പോൾ അതിൻ്റെ കാളയാണ്, നല്ല കുഞ്ഞു കാളയായിരുന്നു, നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ റോഡിൽ പോയി നിന്ന് കാണുകയായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടതിന് ശേഷം തിരിച്ച് വരികയായിരുന്നു. കാളേനെയൊക്കെ കണ്ടു, സെറ്റായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മാങ്ങ കിട്ടി. മാങ്ങ എന്ന് വെച്ചാൽ കുഞ്ഞു മാങ്ങ, നല്ല ചെറിയ മാങ്ങയായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചെറുതാണെങ്കിൽ നല്ല മധുരമൊക്കെ ഉണ്ട്, പുളിപ്പില്ല. ഞാൻ ഫസ്റ്റ് ചോദിച്ചു നല്ല പുളിപ്പുണ്ടാവുന്നു, ബട്ട് നല്ല മധുരമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിച്ചു. വന്നതൊരു വാട്ടി ഈറ്റിനിടെ ആവുമോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഫുൾ ഈറ്റിംഗ് അല്ല, ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ കഴിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചെറുതാണെങ്കിൽ നമ്മളിതിൽ ഉള്ളിൽ പ്രതീക്ഷിക്കില്ല ഇതിൽ നല്ല പുളിപ്പുണ്ടാവുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോവാണ് ഗൈസ്. ഞാൻ പഴയൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല വെയിലാണ്, അപ്പോൾ വെയിലത്ത് പോയി നിന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഞാൻ കാണിച്ചു തരികയാണ് ഗൈസ്. വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടോളൂ. ഞാൻ നല്ല തെളിഞ്ഞ വെള്ളമാണെന്ന് വിചാരിച്ചു, ബട്ട് കുറച്ച് പായലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും ചെറിയൊരു കുളമായിരിക്കുന്നു ഗൈസ്. ഇപ്പം വെള്ളം കാണുന്നില്ല, ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. അപ്പോൾ നല്ല സൂര്യനൊക്കെ അവിടെ നിന്നാൽ തന്നെ നല്ല സൂര്യൻ്റെ വെളിച്ചടിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കസിനായിട്ടുള്ള അവളെയും കൂട്ടിയിട്ടാണ് പോയത് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ സ്ഥലം. വലുതായിട്ടൊന്നുമില്ല, എന്നാലും ഞാനിത് കാണിച്ചു തരാമെന്ന് കരുതി. ഇവിടെ ഇങ്ങനെ ആട്ടോ, ആ കുളം കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലൊക്കെ ആയിട്ട് കരിഞ്ഞ് ഉണങ്ങിയിരിക്കുകയാണ്. ഞാൻ പിന്നെ ഈ വെയിലത്ത് അത് കാണിച്ചു തരാൻ വേണ്ടി വന്നു. ബാക്കിൽ നന്നായിട്ട് സൺലൈറ്റ് നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടി ചെയ്യുക. ഇത്
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ അമ്മമ്മയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അതൊരു വ്ളോഗാക്കാമെന്ന് കരുതി. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ബായ്, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.